ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് സൂറിക്ക് തന്നെയുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഊട്ടിൽബർഗ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അവിടെ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മളിന്ന് ഫാമിലി ആയിട്ട് ഇന്ന് ലീവാണ് എല്ലാവർക്കും. സോ ഒന്ന് അവിടെ പോയി ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടോ. നമ്മൾ ട്രെയിനിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടുന്ന് ട്രെയിൻ എടുത്ത് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. സോറി, ഇത് ഫ്രണ്ടേജ് അല്ല, ഇത് ബാക്ക് സൈഡാണ്. നമ്മൾ എവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. നമ്മളിവിടെ നിന്നാണ് കയറുക. ഇതൊരു പോർഷെ പോകുന്നുണ്ട് കേട്ടോ. ഇത് അണ്ടർ പാസേജാണ്. നമ്മളിതിലൂടെ കയറി വേണം നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് എത്താൻ. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 4 നമ്മുടെ ട്രെയിൻസ് എപ്പോഴും വരിക. അപ്പോൾ നമ്മളെപ്പോഴും സൂറിച്ച് HB പോയിട്ടാണ് പോവുക. ഞാൻ ഓൾറെഡി പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. HB ആണ് മെയിൻ സ്റ്റേഷൻ. അവിടെ പോയി അവിടെ നിന്നാണ് എല്ലാ ഏരിയയിലേക്കുമുള്ള കണക്ഷൻ ട്രെയിൻസ് നമുക്ക് കിട്ടുക. നമ്മൾ അങ്ങോട്ടേക്കുള്ള ട്രെയിൻ നോക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. സോ ഏകദേശം ഒരു 8-10 മിനിറ്റ് ഉണ്ട് വരാൻ. സോ അതിനു വേണ്ടി നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് പ്ലാറ്റ്ഫോം. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ട്രാംസും വരുന്ന ഏരിയയാണ്. ട്രാമിൻ്റെ ലൈനും തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. ഇതാ കണ്ടോ, ഇതൊരു വെറൈറ്റി ട്രാമാണ് കേട്ടോ. ഈ ഒരു കളർ ട്രാം ഞാൻ അതിന് മുന്നേ കണ്ടിട്ടില്ല. ഗോൾഡൻ കളർ ട്രാമാണ്. നമ്മുടെ ഇവിടെ നോർമലി കാണാൻ ബ്ലൂ ആണ്. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് വരാറ്. അപ്പം അങ്ങനെ നമ്മൾ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. ഇത് കണ്ടോ, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ. ഇവിടെ എല്ലാവരും ഇങ്ങനത്തെ വണ്ടിയാണ് യൂസ് ചെയ്യുക കേട്ടോ. ചീപ്പാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് എയർപോർട്ട്. അതുകൊണ്ട് ഫ്ലൈറ്റ് തൊട്ടടുത്ത് കൂടെ തന്നെ പോകുന്നുണ്ട്. 2 സ്റ്റോപ്പേ ഉള്ളൂ എയർപോർട്ടിലോട്ട്. സൈക്കിളാണ് ഇവിടെ മെയിനായിട്ട് ആളുകൾ യൂസ് ചെയ്യുക. സൈക്കിളും നേരത്തെ കണ്ട പോലെയുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സും അതിവിടെ കോമൺ ആണ് കേട്ടോ. എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർ കൂടുതലും അതാണ് യൂസ് ചെയ്യുന്നത് കാണാറ്. അതുകൊണ്ട് ഇവിടെ ഉള്ള ആളുകൾ ഭയങ്കര ഹെൽത്തിയാണ്. സൈക്ലിംഗ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ അവർ ഹെൽത്തിയാണ്. നമ്മുടെ ട്രെയിൻ വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ട്രെയിന്. ആകെ 2 സ്റ്റോപ്പേ ഉള്ളൂ നമുക്ക്. തൊട്ടടുത്ത സ്റ്റോപ്പ്, അതിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പ്, അതാണ് നമ്മുടെ സൂറിച്ച് HB വരുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിനിലോട്ട് കയറാം. കുറച്ച് തിരക്കുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഇത് കിട്ടിയില്ല. തൊട്ടപ്പുറത്തുള്ള നമ്മുടെ കമ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ കയറുന്നത്. തൊട്ട് മുന്നിലുള്ളത് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. നമുക്ക് യൂഷ്വലി നമ്മുടെ ടിക്കറ്റ് വെച്ച് നമുക്ക് സെക്കൻഡ് ക്ലാസ്സിലാണ് കയറുക. എല്ലാ ട്രെയിൻസും അപ്പർ ഡെക്കുള്ള ട്രെയിൻസാണ് ഇവിടെ. ആദ്യം ഒരു സ്റ്റെയർ, പിന്നെ അടുത്ത സ്റ്റെയർ. ആ ഒരു സ്റ്റെയറിലും ഉണ്ടാവും സീറ്റിങ്സ്, മുകളിലും ഉണ്ടാവും. അപ്പോൾ മുകൾക്ക് എപ്പോഴും മുകളിലിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മളതുകൊണ്ട് എപ്പോഴും മുകളിലാണ് പ്രിഫർ ചെയ്യാറ്. ഇരിക്കാൻ മാത്രമുള്ള ടൈമൊന്നുമില്ല. ആകെ 10 മിനിറ്റ്സിൻ്റെ ജേണി മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമ്മളെപ്പോഴും കയറി കഴിഞ്ഞാൽ ഇവൾക്ക് ഇഷ്ടമായതുകൊണ്ട് നമ്മളെപ്പോഴും കയറിയിരിക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൽ പോകാൻ. ട്രാമും ബസ്സും അത്ര ഇൻട്രസ്റ്റ് അല്ല പുള്ളി കയറാൻ. പക്ഷേ ട്രെയിനിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ട്രെയിൻ ഭയങ്കര സ്പീഡാണ്. അപ്പോൾ അതുകൊണ്ട് അത് നല്ല ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ കാഴ്ചകൾ കാണാമല്ലോ. മേലെ കയറിയിരുന്ന് കാഴ്ചകൾ കാണാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളെപ്പോഴും ചോദിക്കും എപ്പോഴാണ് നമ്മൾ ലോങ് ട്രെയിനിൽ പോവുക. അവൾക്ക് ചെറിയ ഡിസ്റ്റൻസിൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല. കുറേ ദൂരം പോകണമെന്നാണ് അവളുടെ ആഗ്രഹം. അപ്പോൾ അവളിങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രെയിൻ നീങ്ങി തുടങ്ങി. കണ്ടോ, നല്ല കാഴ്ചകളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, സ്വിറ്റ്സർലാൻഡിൽ എവിടെ നോക്കിയാലും മനോഹരമായ വ്യൂ ആണ്. നമ്മൾ ജസ്റ്റ് എവിടെ ക്യാമറ വെച്ചാലും അവിടെ എല്ലാം വ്യൂസാണ്. ഇതിപ്പോൾ നഗരത്തിലാണ്, നമ്മൾ ടൗണിലാണ് നമ്മൾ താമസിക്കുന്നത്. താഴെ റോഡ്സൊക്കെ പോകുന്നുണ്ട്. ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളും ഓഫീസുകളും കാണാം, വീടുകളും ഉണ്ട്. ഫസ്റ്റ് സ്റ്റേഷൻ എത്തിയിട്ടോ. ഓർലിക്കോൺ എന്ന് പറയുന്ന സ്റ്റേഷനാണിത്. ഇവിടെയാണ് നമ്മൾ ആദ്യം താമസിച്ചിരുന്നത്. നമ്മളിവിടുന്ന് ഷിഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ പുതിയ ഏരിയയിൽ നമ്മളിപ്പോൾ താമസിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് സ്റ്റേഷൻ എത്താറായി, HB എത്താറായി. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 സൈഡിലും 2 മാപ്സൊക്കെ ഉണ്ട്. നമ്മൾ മൊത്തം ഈ റെയിലിൻ്റെ ഒരു ഔട്ട്ലൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്. എല്ലാ റൂട്ട്സും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. നമ്മൾ ഇറങ്ങുകയാണ്. HB എത്തി. എല്ലാവരുടെ കയ്യിലും സ്റ്റോളർ ഉണ്ടാവും കേട്ടോ. കുട്ടികളെ എടുക്കുന്ന ശീലം ഇവിടെ ആർക്കും ഇല്ല. എല്ലാവരുടെ കയ്യിലും സ്റ്റോളർ ഉണ്ടാവും. സ്റ്റോളറിലാവും എപ്പോഴും കുട്ടികളുണ്ടാവുക.
നമ്മൾ മുകളിലോട്ട് കയറുകയാണ് കേട്ടോ. നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണം, കാരണം നമ്മളിപ്പോൾ പോകുന്ന ഡെസ്റ്റിനേഷനിൽ ഇവിടെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, ഒരു പീക്കല്ലേ. അവിടെ ഷോപ്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട്, ബട്ട് അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. സോ നമ്മൾ ഇവിടെ ഈ പറയുന്ന HBയിൽ ഒരുപാട് ഷോപ്സ് ഉണ്ട്, കണ്ടില്ലേ, ഒരു ഷോപ്പിംഗ് മാൾ പോലെ തന്നെയാണ് ഈ ഒരു സൂറിച്ച് HB എന്ന് പറയുന്ന സ്റ്റേഷൻ. ഒരുപാട് ഷോപ്സ് ഉണ്ട്, പല ഐറ്റംസിൻ്റെ, തുണികളാവട്ടെ, ഗ്രോസറീസ് ആവട്ടെ, ഏതായാലും എല്ലാ ഐറ്റംസിൻ്റെയും നമുക്കൊരു ഷോപ്പിംഗ് മാളിൽ പോയാൽ എന്തെല്ലാം കിട്ടും അതെല്ലാം ഇവിടെയും കിട്ടും. അതുപോലെയുള്ളൊരു സ്റ്റേഷനാണ്. ഇത്ര മനോഹരമായൊരു സ്റ്റേഷൻ വേറെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം കഴിഞ്ഞ ദിവസം ടെക് ട്രാവൽ ചാനലിൽ സുജിത് ഭക്തൻ പറയുന്നത് കേട്ടു, വളരെ മനോഹരമായ സ്റ്റേഷനാണ് സൂറിച്ച് HB എന്ന്. ഇത് ഇവിടുത്തെ ഡീറ്റെയിൽസൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ബോർഡാണ് കേട്ടോ. ട്രെയിൻസിൻ്റെ ഒരു 3 ബോർഡുണ്ട്, 1044 പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസാണ്. ഇത് ഇവിടുത്തെ വേസ്റ്റ് ബിന്നാണ്, 4 ടൈപ്പ് വേസ്റ്റ് ഇടാനുള്ള ബിന്നാണ്. ഇത് ബോർഡ്സാണ്, മീൻസ് ട്രെയിൻ ഡീറ്റെയിൽസ്, പ്ലാറ്റ്ഫോമിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇംഗ്ലീഷിൽ തന്നെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമാണ് ഇത്ര നന്നായി ഇംഗ്ലീഷിൽ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ബാക്കി എവിടെയും അങ്ങനെ കാണില്ല നമുക്ക്. ഡോഗ്സ് കണ്ടോ, ഇവിടെ എവിടെ വേണമെങ്കിലും ഡോഗ്സിനെയൊക്കെ കയറ്റാട്ടോ. പെറ്റ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ, പ്രത്യേകിച്ച് ഡോഗ്സിന്. നമ്മൾ മിഗ്രോസിന് മുന്നിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രോസറി ഷോപ്പാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട ഫുഡ്സും കാര്യങ്ങളൊക്കെ, ബെന്ന്, ബ്രെഡ്സ് എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള എന്തെങ്കിലും സ്നാക്സ് മേടിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉണ്ട് പിസ്സാസ് ഉണ്ട്, ബർഗർ പൊടിയും പിസ്സാസ് പൊടിയൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ഞങ്ങൾ മുമ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. ഒരു 2 എണ്ണം കഴിച്ചാൽ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് വയറ് നിറയും. പിന്നെ അധികം റേറ്റ് ഇല്ല, അത്ര എക്സ്പെൻസീവ് അല്ല. നോർമൽ നമുക്ക് ഷോപ്സിൽ കയറി ഫുഡ് കഴിക്കണമെങ്കാട്ടും കുറച്ചും കൂടി ഇൻഎക്സ്പെൻസീവാണ് ഇവിടുന്ന് ഇതുപോലെയുള്ള സ്നാക്സ് മേടിച്ച് കഴിക്കുന്നത്. സോ ഇങ്ങനെ ട്രിപ്പ് പോകുന്ന സമയത്ത് ഞങ്ങൾ കൂടുതലും ഇതാണ് പ്രിഫർ ചെയ്യാറ്. അപ്പോൾ ഞങ്ങളത് ഒരു 2-4 പിസയും ഒരു ബർഗറും മേടിച്ചു. ബർഗറല്ല, അവിടെ മേലെ ഇരിക്കുന്ന ഒരു ഐറ്റം കണ്ടു, എന്താ അതിൻ്റെ പേരൊന്നും അറിയില്ല, വാങ്ങി ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ദൈവട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ ഞങ്ങളിനി പ്ലാറ്റ്ഫോം നോക്കി പോവുകയാണ്. ഞങ്ങളുടെ ട്രെയിൻ വരുന്നത് ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വേറെ പ്ലാറ്റ്ഫോമിലോട്ട് കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഏരിയ ഉണ്ട്. സോ നമ്മളത് നോക്കി പോകണം. നമ്മുടെ ട്രെയിൻ വരുന്നത് 21 പ്ലാറ്റ്ഫോമിലാണ്, 21 and 22. ഇതിലേൽ മുതലാണ് വരിക. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ UBS ബാങ്ക്. സ്വിറ്റ്സർലാൻഡിലൊരു ബാങ്കാണ്, ഫേമസ് ബാങ്കാണ്. സ്വിസ് ബാങ്കുകൾ പണ്ടേ ഫേമസ് ആണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ അങ്ങനെ അതിൽപ്പെട്ടൊരു ബാങ്കാണ് UBS. നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ട്രെയിന്. നോർമൽ യൂഷ്വൽ കാണുന്ന ട്രെയിൻസ് അല്ല, ഇത്തിരി വ്യത്യാസമുണ്ട്. കുറച്ച് ഗ്ലാസ് ഏരിയ കൂടുതലാണ്. കാരണം ഈ ട്രിപ്പ് നമ്മൾ പോകുന്നത് ഈ പറയുന്ന പോലെ കുറച്ച് ടൂറിസ്റ്റുകൾ പോകുന്ന ഏരിയ ആയതുകൊണ്ടും ഹില്ലി ഏരിയയാണ്. ഊട്ടി ട്രെയിനൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു ട്രെയിനാണ്. അതുപോലെയല്ല, അതിനേക്കാൾ ക്ലാസ്സാണ് ഈ ട്രെയിൻസ്. ബട്ട് അതിൻ്റെ കളർ കണ്ടോ, റെഡ്, ഫുൾ റെഡാണ്. ഇങ്ങനെ നല്ല നല്ല സീനിക്കായിട്ടുള്ള പ്ലേസസിലോട്ട് പോകുന്ന ട്രെയിൻസ് ഭൂരിഭാഗവും ഇങ്ങനെയായിരിക്കും. നമ്മളിപ്പോൾ വേറെ ഇതുപോലെ വേറെ ഇതിനേക്കാൾ എക്സ്പെൻസീവായ ട്രെയിൻസ് ഉണ്ട്. ഗ്ലാസിയർ എക്സ്പ്രസ്, അതുപോലെ തന്നെ ബെർണീന എക്സ്പ്രസ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ അതിവിടെ സൂറിക്കുന്നല്ല, അത് വേറെ ഏതൊരു ഡെസ്റ്റിനേഷനിൽ നിന്നാണ് അത് നമുക്ക് പോകണം. ഇപ്പം എന്തായാലും നമ്മളത് പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ അത്യാവശ്യം വിൻ്ററല്ലേ, ഇതൊന്ന് കഴിയട്ടെ. എന്നിട്ട് വിൻ്റർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ആ ഡെസ്റ്റിനേഷൻസിലൊക്കെ. നമ്മൾ തൽക്കാലം സൂറിക്കിലുള്ള ഇതുപോലെയുള്ള ചെറിയ പ്ലേസസിൽ ആദ്യം പോയിട്ട് വേണം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളോട്ട് പോകാൻ. അത് ഏപ്രിലൊക്കെ നമുക്ക് കുറേ ലീവ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതാണിപ്പോൾ നമ്മൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ വ്യൂസ് വരുന്നത്.
ഇതിപ്പോൾ ജസ്റ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയും കുറേ പോകാനുണ്ട്. അത്യാവശ്യം ഒരു ഹാഫ് ആൻ അവേഴ്സ് ജേണി മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു ട്രെയിൻസ് നല്ല സ്പീഡാണ്, അത്യാവശ്യം ഡിസ്റ്റൻസ് പെട്ടെന്ന് കവർ ചെയ്യും. അതുകൊണ്ടാണ് ഹാഫ് ആൻ അവറിൽ നമ്മൾ എത്തുന്നത്. ആകെ 4 സ്റ്റോപ്പറ്റേ ഉള്ളൂ ഈ പറയുന്ന ഉട്ടിൽബർഗിലോട്ട് സൂറിക്കിൽ നിന്ന്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ഉള്ളേരിയകളിലൂടെയാണ് പോകുന്നത്. അതായത് കുറച്ച് ഗ്രാമപ്രദേശം പോലെ, ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, എന്നിരുന്നാലും നമ്മുടെ ഫ്ലാറ്റുകളൊക്കെ വളരെ കുറവാണ് ഇവിടെ. അതാ ഫസ്റ്റ് സ്റ്റേഷൻ എത്തിയിട്ടോ. ഇതാണ് ബിൻസ് എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി. ഇതാണ് ഫസ്റ്റ് സ്റ്റേഷൻ. അങ്ങനെ വീണ്ടും പോയി. ഇവിടെ കാണുന്നതൊക്കെ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. നമ്മുടെ ഓപ്പോസിറ്റ് ട്രെയിൻ പോകുന്നുണ്ട്, തിരിച്ചു വരുന്ന ട്രെയിനാണ്. നെക്സ്റ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇവിടെ നമുക്ക് ഉട്ടിൽബർഗിൻ്റെ പീക്കിലുള്ള ആ ഒരു ടവറൊക്കെ കാണാനുണ്ട്. അവിടെ 2 ടവർ ഉണ്ട്. അതിലൊന്നിൽ നമുക്ക് കയറാൻ പറ്റും. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ഇവിടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കറിയാലോ സ്വിറ്റ്സർലാൻഡ് പാലിന് ഭയങ്കര ഫേമസ് ആണ്. ഇവിടുത്തെ പശുക്കളുടെ പാല് നല്ല ഫേമസ് ആണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ആ സ്റ്റേഷനിൽ നിന്ന്. അവിടെ കുറച്ച് നേരം ഹോൾട്ട് ഉണ്ടായിരുന്നു. ഒരു സാധാരണ കിടക്കുന്നതിലും കൂടുതൽ ടൈം അവിടെ കിടന്നു. കുറച്ച് വലിയ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ട്രെമേലിയോ അങ്ങനെ എന്തോ ആണ് സ്റ്റേഷൻ്റെ പേര്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു വീണ്ടും. അപ്പോൾ നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗം വരെ ട്രെയിൻ പോകുള്ളൂ. ഒന്ന് അങ്ങോട്ടും പിന്നെ നമ്മൾ നടന്ന് കയറണമെന്നാണ് നമ്മൾ അറിഞ്ഞത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂറിക് നഗരം ഒരുവിധം കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ഈ ഒരു പീക്കിൻ്റെ പ്രത്യേകത. സൂറിക്കിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് അവിടെ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതാണ് അവിടുത്തെ പ്രത്യേകത. കണ്ടോ, പൈൻ ഫോറസ്റ്റ് പോലെയുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കാണുന്നത്. കുറേ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ വിൻ്ററിലെ ഒരു കാഴ്ചയാണ് കേട്ടോ. വിൻ്റർ അവസാനിക്കുന്ന ഒരു ടൈമിലെ കാഴ്ചയാണ്. ഫെബ്രുവരി ആയില്ലേ. അപ്പോൾ കുറച്ച് നല്ല വിൻ്ററിൽ കുറച്ച് ഇവിടെയൊക്കെ നല്ല സ്നോ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ. പക്ഷെ ഇപ്പോൾ ഇവിടെ അത്ര സ്നോ ഒന്നുമില്ല. എന്നാലും കാണാൻ കൊള്ളാം. നമ്മുടെ ഊട്ടിയൊക്കെ പോകുന്ന സമയത്ത് കാണുന്ന ഒരു വ്യൂ പോലെ തന്നെയുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് പോലുള്ള ഏരിയ കഴിഞ്ഞ് നമ്മളിപ്പോൾ കുറച്ചൊരു വാലി വ്യൂവിലേക്ക് എത്തി. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ ഗോൾഫ് ഗ്രൗണ്ടൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഉണ്ട് കാണാൻ. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ ഈ ട്രെയിൻ പോകുന്ന നമുക്കൊരു ഡ്രോണിൻ്റെ വിഷ്വൽസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കാണാൻ. നല്ല ഭംഗിയായിരിക്കും. ഇപ്പം നമ്മളിതാ കണ്ടില്ലേ, പീക്കിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് എൻജിൻ സൈഡ് നമുക്ക് കാണാൻ പറ്റും ഈ ട്രെയിനിൻ്റെ. അങ്ങനെ നമ്മൾ ഉട്ടിൽബർഗ് എത്തിയിട്ടോ. നമ്മൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെയാണ് വ്യൂ. ഇവിടെ ഒരു ചെറിയൊരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു ഏരിയ അവിടെ ഉണ്ട്. നമ്മുടെ ട്രെയിൻ ഇതാണ്, നമ്മൾ വന്ന ട്രെയിൻ. നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല ഭംഗിയാണ് കേട്ടോ ഈ ട്രെയിൻ കാണാൻ തന്നെ. നല്ല റെഡ് കളറിൽ. ഇതാണ് ആ പാർക്കിൻ്റെ ഏരിയ. ഇവിടെ കുറേ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. ദൈവട്ടി ഇത് കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് ഓടി. കണ്ടോ, സ്വിങ് ഉണ്ട്, അതുപോലെ തന്നെ സ്ലൈഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ലൊരു ഏരിയയാണ്. താഴെ കുറേ ഇങ്ങനെ വെറ്റായി കിടക്കുന്ന ഏരിയയാണ്. അവിടെ കുറേ മരത്തിൻ്റെ മറ്റേ ചീളുകളൊക്കെ കൊടുത്തിട്ട് നല്ല കുട്ടികളൊന്നും വീണാലും വലിയ കുഴപ്പമൊന്നും പറ്റാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്ലൈഡിൻ്റെ പ്രത്യേകത കണ്ടോ, നോർമലൊരു കയറാനുള്ള സെറ്റപ്പൊന്നും ഇല്ല. ഇങ്ങനെയൊക്കെ വലിഞ്ഞ് കയറണം. കുട്ടികൾക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. സംഗതി കൊള്ളാട്ടോ, അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അങ്ങനെയൊക്കെ കയറുമ്പോൾ കുട്ടികൾക്കതൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ വീണ് കഴിഞ്ഞാൽ, പക്ഷെ ഇവിടെ അങ്ങനെ വീഴുമോ, കുട്ടികളങ്ങനെ വീഴുക അങ്ങനെയുള്ള ടെൻഷനൊന്നുമില്ല കേട്ടോ പാരൻസിന്. കാരണം ഇവിളേക്കാൾ ചെറിയ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികളെ തന്നെ ഇതിൻ്റെ മുകളിലൂടെ കയറുന്ന പലവട്ടം കണ്ടു. അപ്പോൾ ഇവിടെ അതൊന്നും ഒരു വിഷയമല്ല. അവളിങ്ങനെ കളിക്കാൻ കുറച്ച് നേരം നിർത്തിയിട്ട് ഞങ്ങളിങ്ങനെ അതിൻ്റെ വ്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടോ, നമ്മുടെ ട്രെയിൻ പോയിട്ടില്ല കേട്ടോ, അവിടെ തന്നെ ഉണ്ട്. നമ്മൾ എഴുതിയിരിക്കുന്നുണ്ടോ ഉട്ടിൽബർഗ് ബഹൻ. ഉട്ടിൽബർഗ് ട്രെയിൻ എന്നാണ് ഈ ബഹൻ എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത്. ബഹൻ ഓഫ് എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ. സെയിം വേ ഉട്ടിൽബർഗ് ബഹൻ.
അടിപൊളിയല്ലേ ട്രെയിൻ കാണാൻ? നല്ല സൂപ്പർ ട്രെയിനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ട്രെയിൻ. ഇതാണ് താഴോട്ടുള്ള വ്യൂ. നമുക്ക് സൂം ചെയ്ത് അത്രേ കിട്ടുന്നുള്ളൂ, നല്ല താഴെയാണ്. നമ്മളിനിയിപ്പോൾ കളി നിർത്തി വെച്ച് നമ്മൾ മുന്നോട്ട് പോവാണ്. കാരണം അവളിവിടെ കളിക്കുകയാണെങ്കിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ നമുക്ക് വന്ന കാര്യം നടക്കില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ചെറിയൊരു ഫൗണ്ടൻ. ഈ വെള്ളം നമുക്ക് കുടിക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ ഫൗണ്ടൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന വെള്ളം നമുക്ക് ആ പൈപ്പിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങി കുടിക്കാം. നല്ല ക്ലീൻ വാട്ടറാണ്. എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ ഫൗണ്ടൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ടൂറിസ്റ്റ് പ്ലേസസിൽ. നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാം, നല്ല വാട്ടറായിരിക്കും, അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. 2 വഴിയുണ്ട്. നമുക്ക് ഇങ്ങനെ കയറാം, നടന്ന് കയറാം. അതുപോലെ തന്നെ നമുക്ക് സ്റ്റെപ്സും ഉണ്ട്. അപ്പോൾ ഇത് സൈക്ലിംഗ് ചെയ്യുന്ന ആളുകൾക്കും അങ്ങനെയുള്ള ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വഴി. ഇത് കണ്ടോ, ഒരാൾ സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റും ഇങ്ങനെ സൈക്ലിംഗ് ചെയ്യുന്നവരെ. പിന്നെ അതുപോലെ സ്റ്റെപ്സ് കയറിയിട്ടും പോവാം. നമ്മളിപ്പോൾ ആദ്യം പകുതി വഴി ഇങ്ങനെ വന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റെപ്സ് കയറാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് സ്റ്റെപ്സ് വരുന്നത്. കുറച്ചാണ് ഇങ്ങനെ സ്റ്റെപ്സ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടി പാരലായിട്ട് അപ്പുറത്ത് കൂടെ സൈക്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള വേറെ ഒരു വഴിയുമുണ്ട്. അപ്പോൾ കുറച്ച് കയറി കഴിഞ്ഞാൽ സ്റ്റെപ്സ് കുറച്ച് കയറുന്നവരേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഈ പറയുന്ന പോലെ ഉള്ള വഴിയാണ്, സ്ലോപ്പായിട്ടുള്ള വഴിയാണ്. സൈക്ലിംഗ് ചെയ്യുന്നവർക്കും അതിലൂടെ പോകാം, നടക്കുന്നവർക്ക് അതിലൂടെ കയറാം. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം തണുപ്പുണ്ട്. എന്നാലും നമ്മൾ കഴിഞ്ഞ വീക്കിലൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയൊന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. തണുപ്പെന്ന് വെച്ചാൽ 0-1 എല്ലാവർക്കും അസുഖങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ അസുഖങ്ങളൊക്കെ ഒന്ന് മാറിയപ്പോഴാണ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പം അത്ര വലിയ തണുപ്പില്ല, ഒരു 6-7 ആ രീതിയിലുള്ള ടെമ്പറേച്ചറുള്ളൂ. എന്നിരുന്നാലും താഴത്ത് സൂറിക്കിലുള്ളതിനെക്കാട്ടും കുറച്ചും കൂടി തണുപ്പ് ഇവിടെ കൂടുതലുണ്ട്. കാരണം പീക്ക് പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി യൂട്ടിൽബർഗ് എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചൊന്ന് പറയാം. ഇത് സൂറിക്കിലെ തന്നെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു മൗണ്ടനാണ്. 870 മീറ്റർ സീ ലെവലിൽ നിന്ന് ഹൈറ്റിലാണ് ഈ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത്. ഇത് സൂറിക്കിൻ്റെ ഒരു പോപ്പുലർ റീക്രിയേഷൻ ഏരിയയാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് അവിടെ 2 ടവേഴ്സ് ഉണ്ട്. ഒന്നൊരു TV ടവറാണ്, മറ്റൊന്നത് വാച്ച് ടവറാണ്. ഈ വാച്ച് ടവറിൽ കയറി നമുക്ക് ഇവിടുത്തെ ഈ സൂറിക്കിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. കാരണം സൂറിക് നഗരം മൊത്തമായിട്ട് നമുക്കതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ TV ടവറിലേക്ക് നമുക്ക് എൻട്രൻസ് ഇല്ല. പിന്നെ മറ്റൊന്ന് അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിനൊരു പേരുണ്ട്, പക്ഷെ അത് ഇംഗ്ലീഷാണോ ജർമ്മൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. UTOKULM എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. പക്ഷെ അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അറിയില്ല. ചിലപ്പോൾ അത് ഇംഗ്ലീഷാണോ ജർമ്മൻ ആണോ എന്ന് എനിക്കറിയാത്ത കാരണം കൊണ്ട് ഞാനത് പ്രൊനൗൺസ് ചെയ്യുന്നില്ല. UTOKULM ഇതാണ് അതിൻ്റെ പേര് കാണുന്നത്. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് ടവേഴ്സാണ്. അതിൽ ഒബ്സർവേഷൻ ടവർ ഏകദേശം 1894 ഉണ്ടാക്കിയതാണ്. അതിനുശേഷം അത് 1990-91 കാലഘട്ടത്തിൽ അത് റിനോവേറ്റ് ചെയ്തു. ദെൻ അടുത്തത് വരുന്നത് TV ടവറാണ്. അത് 1953 ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു ടവറാണ്. അന്ന് അതിൻ്റെ നീളം 75 മീറ്റർ ആയിരുന്നു. അതിനുശേഷം പിന്നെ അത് റീബിൽറ്റ് ചെയ്ത് 132 മീറ്റർ ഹൈറ്റിൽ പുതുക്കി പണിതു 1968. ഇതാണ് രണ്ടാമത്തെ ടവറിൻ്റെ ഹിസ്റ്ററി. ഈ 2 ടവർ നമുക്ക് കാണാം. ഇത് കണ്ടോ, യൂട്ടോക്കുളം എന്നാണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ബോർഡാണ് ഈ കാണുന്നത്. അത് അവിടുത്തെ ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. ഇതാണ് കേട്ടോ താഴത്തുള്ള വ്യൂ. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമുക്ക് താഴത്തുള്ള ആ ലേക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് സൂറിക്കിലുള്ള ലേക്സാണ്. ഇതാണ് ഒരു റെസ്റ്റോറൻറ്റും ഒരു ടവറും. നമ്മൾ മറ്റേ ടവറിൻ്റെ സൈഡിലോട്ട് പോയില്ല കേട്ടോ. TV ടവറിൻ്റെ അവിടേക്ക് നമുക്ക് എൻട്രി ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ, മുകളിലോട്ട് എൻട്രി ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കഫേ പോലെ, ഒരു വണ്ടിയിൽ ഒരു കഫേ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, സൈക്ലിംഗ് ചെയ്ത് വരുന്ന ആളുകൾ സൈക്കിൾ ചെയ്ത് കയറുന്നുണ്ട്, സൈക്ലിംഗ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കയറാൻ പറ്റുന്ന എൻട്രൻസ് ഉള്ള ടവർ ഇതാണ്, വാച്ച് ടവർ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ പീക്ക് കേട്ടോ. ഇവിടെ വരെയാണ് നമുക്ക് പ്രവേശനം. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷേ ഇതല്ല ഞാൻ നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അത് അപ്പുറത്തെ സൈഡിലാണ്, അങ്ങോട്ട് നമ്മൾ പോയിട്ടില്ല. ഇവിടെ വരെയാണ് നമ്മൾ വന്നത്. ഇവിടെയാണ് വാച്ച് ടവർ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടാണ് മെയിനായിട്ട് വന്നത്. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അത്യാവശ്യം ടയേർഡായി. നമ്മൾ ആ കയറ്റം മുഴുവൻ കയറി വന്നപ്പോൾ 10-15 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. നടന്ന് കയറി നമുക്ക് ടയേർഡായപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഫുഡ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ടവറിലോട്ട് കയറിയത്.
പിന്നെ ആദ്യം ഫുഡ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവൻ്റെ എൻഡിൽ പോയി നിന്നു. അപ്പോൾ അവിടെ ഒരുപാട് പേര് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ഏരിയയാണത് ഫോട്ടോ എടുക്കാനൊക്കെ. അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ മനോഹരമാട്ടോ. നമുക്ക് ഈ ക്യാമറയിൽ എത്രത്തോളം അത് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ എന്നിരുന്നാലും അവിടെ നിന്ന് ഡയറക്റ്റ് അവിടെ പോകുമ്പോൾ ഉള്ള വ്യൂ എന്ന് വെച്ചാൽ ഇത് അപാര വ്യൂ ആണ്. നല്ലൊരു ഫീലാണ്, നല്ല തണുപ്പുണ്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ. ഒരുപാട് പേര് ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട് അവിടെ, മീൻസ് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ലേക്സൊക്കെ കാണാം അങ്ങനെ മുകളിൽ. അതിൻ്റെ പിന്നിലായിട്ട് ആൽപ്സിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മഞ്ഞ് മൂടി കിടക്കുന്ന ആൽപ്സ് കാണാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ, ഒരു നല്ല വ്യൂ. നമുക്ക് ഈ ക്യാമറയിൽ അത് എടുക്കുന്നതിനൊരു പരിധിയുണ്ട്, പക്ഷെ നമുക്ക് ഡയറക്റ്റ് അവിടെ ചെന്ന് കാണുമ്പോൾ നല്ല ഫീലാണ്. നമ്മൾ ഈ വാച്ച് ടവറിലോട്ട് കയറാനുള്ള ശ്രമത്തിലാണ്. ഇതിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ ടിക്കറ്റിൻ്റെ കൗണ്ടറോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. നമ്മൾ ആദ്യം കുറച്ച് നമ്മൾ അന്വേഷിച്ചിങ്ങനെ നിന്നു, പക്ഷേ അവിടെ എല്ലാവരും ടൂറിസ്റ്റ്സ് ആയ കാരണം അവർക്ക് ആർക്കും വലിയ പിടുത്തമില്ല ഇതിനെക്കുറിച്ചിട്ട്. ദൈവമൊക്കെ നല്ല ധൈര്യത്തിൽ കയറുന്നുണ്ട് കേട്ടോ. കാരണം ഹൈറ്റ് ഇതിന് മുകളിൽ കയറുമ്പോൾ കുറച്ച് പേടി വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അവർക്കത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ധൈര്യത്തിൽ മൂപ്പര് കയറി പോകുന്നുണ്ട്. ഞാനും പിന്നെ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. ആള് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റാണത്. പിന്നെ അത്യാവശ്യം സെക്വേർഡാണ്, മീൻസ് നല്ല ഇരുമ്പിലാണത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യത്തിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. ടിക്കറ്റ് ഉണ്ട്, 2 CHF ആണ് ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത്. അപ്പോൾ നമ്മളത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മെഷീനിൽ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കയറുക. നമ്മൾ 3 പേർക്കും ടിക്കറ്റ് എടുത്തു. കുട്ടികൾക്ക് ടിക്കറ്റ് വേണമെന്ന് അറിയില്ല. യൂഷ്വലി ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ 6 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കാണ് എല്ലാ കാര്യങ്ങൾക്കും ടിക്കറ്റ് വേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് ആരോടും ചോദിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഏറ്റവും ടോപ്പിലെത്തിയിട്ടോ. ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. താഴെ നിന്ന് എടുക്കുന്നതിനും മനോഹരമാണ്. ഇപ്പം നമ്മൾ അതിനും മുകളിലോട്ട് കയറിയില്ലേ, അപ്പം ഭയങ്കര ഹൈറ്റിലാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയാണ് അവിടെ നിൽക്കാൻ. അതുപോലെ തണുപ്പുമുണ്ട്. ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ തണുപ്പായി. നമ്മൾ അധികം തണുപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ ജാക്കറ്റൊക്കെ അത്ര നല്ലതല്ല എടുത്തിട്ടുണ്ടായിരുന്നത്. ഐ മീൻ അത്രയും തണുപ്പിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ജാക്കറ്റ് ആയിരുന്നില്ല. പക്ഷെ മുകളിലെത്തിയപ്പോൾ ഭയങ്കര തണുപ്പായി. നമ്മൾ ജാക്കറ്റൊക്കെ ഊരിയുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ജാക്കറ്റ് ഇല്ലാണ്ട് നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനായി. അത്രയും തണുപ്പായിട്ടോ. നല്ല വ്യൂ ആണ്, നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഓരോ സൈഡിലും ഓരോ വ്യൂ ആണ്. ഒരു സൈഡിൽ ഇതുപോലെ വാലീസ് ആണെങ്കിൽ മറ്റു സൈഡിൽ ലേക്സ് ആണ്. ടൗണിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. എന്തായാലും കൊള്ളാം, നൈസായിരുന്നു, സൂപ്പർ എക്സ്പീരിയൻസ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ടോപ്പിൽ പോയി വീഡിയോസൊക്കെ എടുത്തു. അത്യാവശ്യം താഴത്തേക്ക് ഇറങ്ങി. അതിൻ്റെ ഇടയിൽ ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഇറങ്ങുമ്പോൾ ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ടേ ഭയങ്കര പേടിയായി മോൾക്കും. ഇതാണ് ടവർ, നല്ല ഹൈറ്റ് ഉണ്ട്. എനിവേ ഞങ്ങൾ അങ്ങനെ അത് കണ്ടു. എന്തായാലും ഹാപ്പിയായി. ഞങ്ങൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എന്തായാലും സ്വിറ്റ്സർലാൻഡിൽ വരുമ്പോൾ സ്യൂറിക്കിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണിത്, ഉട്ടിൽബർഗ്. നല്ലൊരു ട്രെയിൻ ജേർണിയും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ഡെസ്റ്റിനേഷനുമാണ്. സൂപ്പറാണ് കേട്ടോ. വലിയൊരു എക്സ്പെൻസിലാണ് നമുക്ക് വന്ന് കണ്ടുപോകാൻ പറ്റുന്നൊരു സ്പേസാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരിക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് മൈ ചാനൽ.
സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, സി യു, ബൈ ബൈ ബൈ.